ഇപ്പോൾ വിവാദമുണ്ടാക്കിയ മകൾ ആശ BJP-യുമായി രാഷ്ട്രീയ ഐക്യം പ്രഖ്യാപിച്ചിരുന്നു. ഇപ്പോൾ അവർ രംഗത്ത് വന്നത് രാഷ്ട്രീയ പിന്തുണയോടുകൂടിയാണ് എന്ന് മൂത്ത മകൻ സജീവൻ ആരോപണമുണ്ട്. CPM അത് പൂർണ്ണമായും രാഷ്ട്രീയമായ ആരോപണമാക്കി മാറ്റുന്നില്ലെങ്കിലും അവരും അത് പറയാതെ പറയുകയോ അതല്ലെങ്കിൽ ചില താല്പര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു വെക്കുകയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇക്കാര്യത്തിൽ റോളുണ്ടോ? നോക്കൂ, അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വേട്ടയാടിയത്, ആ വേട്ടയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എന്ന് നമ്മൾ ഓർക്കണം. ആ മാന്യൻ എന്ന് പറയുന്ന പലരും അദ്ദേഹത്തിൻ്റെ അന്ത്യനാളുകളിൽ അദ്ദേഹത്തെ വേട്ടയാടി എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം. ഇനി മറ്റൊരു കാര്യം ഞാൻ കാണിക്കുന്നത് അഭിലാഷ് ചോദിച്ച ചോദ്യത്തോട്, ഒരു മനുഷ്യൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ മരണവും അദ്ദേഹത്തിൻ്റെ വിവാഹം, അദ്ദേഹത്തിൻ്റെ മക്കളുടെ മാമോദീസ മുക്കൽ മുതലായ ചടങ്ങുകൾ ഒരു മനുഷ്യൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് മാത്രം അവകാശപ്പെട്ടതാണ്. പക്ഷേ ഈ ചർച്ച ഇവിടെ നടത്തുമ്പോൾ ഇവിടെ വരുന്ന അരുൺ ആൻ്റണിയേക്കാളോ റെജി ലൂക്കോസിനേക്കാളോ TP ജയചന്ദ്രനേക്കാളോ PM പിയേഴ്സണേക്കാളോ ഏതൊരാളെക്കാളും അദ്ദേഹത്തിന് ജൈവികമായ ബന്ധം അദ്ദേഹത്തിൻ്റെ മക്കളോടുണ്ട്. ഒരുപക്ഷെ നമ്മളുടെ ചർച്ച ആ ദേഹം വേർപെട്ട കേവലം ശരീരമായ മൃതശരീരമായ ഒരു ഉടുവസ്ത്രം മാത്രമായി മാറിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരത്തിന് പുറത്തേക്ക് ഇത്തരമൊരു ചർച്ചയിൽ രാഷ്ട്രീയം കടത്തിവിടണം എന്നുള്ള ആഗ്രഹം നമുക്കൊന്നുമില്ല. പക്ഷേ വളരെ കൃത്യമായിട്ട് ഒരു മുൻവിധിയോടെ തന്നെയാണ് അഭിലാഷ് വിഷയം അവതരിപ്പിച്ചത്. അഭിലാഷ് പറയുന്നു അദ്ദേഹം ഒരു അല്ലായിരുന്നു എന്ന്. ഞാൻ അഭിലാഷോട് ചോദിക്കട്ടെ, ഒരുപക്ഷെ തൻ്റെ ഏറ്റവും ജൈവശാസ്ത്രപരമായി തൻ്റെ എല്ലാ ഹോർമോണുകളും പ്രവർത്തിച്ച കാലഘട്ടത്തിലാണ് അദ്ദേഹം എടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചിട്ടുണ്ടാവും. യൗവനാവസ്ഥയിലാണ് ഒരു യുവാവിൻ്റെ ഏറ്റവും ചിന്താശക്തിയും അദ്ദേഹത്തിൻ്റെ പ്രതികരണവും അങ്ങ് വീറോടെ ഉണ്ടാകുന്നത്. ഞാൻ അഭിലാഷിനോട് ചോദിക്കുന്നു, ആ കാലഘട്ടത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വിവാഹം ക്രിസ്തീയ ആചാരപ്രകാരമായി നടത്തി അദ്ദേഹത്തെ വിശ്വാസിയല്ലെന്ന് പറയാൻ സാധിക്കുമോ?